വ്യാജ ഹവാല കേസിൽപ്പെടുത്തി പിടിച്ചെടുത്ത പണത്തിൽ നിന്ന് പോലീസ് ലക്ഷങ്ങൾ മുക്കിയെന്ന് ആരോപണമുയരുന്നു. കേസിൽ പ്രതിയായ BM ഇബ്രാഹിമാണ് കാസർഗോഡ് ഓസൂർഗ് പോലീസിനെതിരെ ഇപ്പോൾ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് പണം മുക്കിയെന്ന് വ്യക്തമായത്. പണത്തിൻ്റെ സ്രോതസ് കാണിക്കാൻ പോലീസ് തന്നെ അനുവദിച്ചില്ലെന്നും ഇബ്രാഹിം ആരോപിക്കുന്നു. ആ സമയത്ത് എത്ര രജിസ്റ്റർ ചെയ്ത് എന്തും എനിക്കും അറിയില്ല. ഞാൻ ആ സമയത്ത് എനിക്കൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഒരു ലോയറെ ഉപദേശം തോടിയിട്ട് വിവരാവകാശ രേഖ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ആ സമയത്ത് എന്നോട് പറയുന്നത് അതിൽ 4,68,000 രൂപ മാത്രമാണ് ഉള്ളത്. വീണ്ടും ഞാൻ മേലധികാരികൾ അപ്പീൽ നൽകി. അപ്പോഴും ഉള്ളത് 4,68,000 രൂപയാണ്. അതിനെ തുടർന്ന് ഞാൻ ജില്ലാ പോലീസ് മേധാവിക്കും കാസർഗോഡ്, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും, ബഹുമാനപ്പെട്ട കേരള ഹൈജിക്കും, പോലീസ് അതോറിറ്റി സെല്ലിനും, പിന്നെ വിജിലൻസ് ഡയറക്ടർക്കും കംപ്ലൈൻറ്റ് നൽകി. നാളെ ഇതുവരെ ആയിട്ട് നിങ്ങളെ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നൊരു മൊബൈൽ ഒരു മെസ്സേജ് വന്നതല്ലാതെ ഇതുവരെ ആയിട്ട് ഒരു മറുപടിയും വന്നില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധപ്പെട്ടില്ലേ, തട്ടിപ്പറിച്ചത് പോലീസോ കള്ളനോ അല്ലെങ്കിൽ അപരിചിതമായ ആരോ, പോലീസ് പൊതുവെ വേറെ യൂണിഫോമിലാണ്, അപരിചിതമല്ല ആരോ തട്ടിപ്പറിച്ച എനിക്കൊന്നും അറിയില്ല. ഞാനൊരു അബോധാവസ്ഥയിലായിരുന്നു ആ സമയത്ത്. പണത്തിലുള്ള സ്രോട്സ് അവർ ചോദിക്കാൻ അനുവദിച്ചില്ല. അവരെ മുഖേന അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് 4 പോലീസുകാർ എന്നെ വരട്ടുന്നു. എന്താടാ എവിടുന്നാ പണം എവിടുന്ന പറയടാന്ന് പറഞ്ഞൊരു പോലീസിൻ്റെ രീതിയിലുള്ള ഒരു ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്കൊരു ഫ്രീഡം കിട്ടിയില്ല. കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. ഈ 2023 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. ഈ പ്രതി ചേർത്ത BM ഇബ്രാഹിം എന്ന വ്യക്തി കാസർഗോഡ് അണങ്കൂർ സ്വദേശിയാണ്. അദ്ദേഹം 7 ലക്ഷം രൂപയുമായി ഈ കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്നു. കടകളിൽ നിന്നുള്ള കളക്ഷൻ ആയിരുന്നു എന്നാണ് ആ വ്യക്തി BM ഇബ്രാഹിം വ്യക്തമാക്കുന്നത്. എന്തായാലും ആ 7 ലക്ഷം രൂപ ആദ്യം പിടിച്ചെടുത്തത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ്, സന്തോഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിനുശേഷം ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസ് ജീപ്പിൽ പോലീസുകാരെത്തി ഇയാളെ, അതായത് ഇബ്രാഹിമിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു. ഈ പണത്തിൻ്റെ സോഴ്സൊക്കെ അവിടുന്ന് ചോദിക്കുന്നു. പക്ഷേ കൃത്യമായൊന്നും പറയാനോ അല്ലെങ്കിൽ രേഖകൾ ഹാജരാക്കാനോ പോലീസുകാർ സമ്മതിച്ചില്ല. അന്ന് ആ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ആ ഉദ്യോഗസ്ഥനും ഇതിനൊന്നും സമ്മതിച്ചില്ല. മാത്രമല്ല ഇദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്നാണ് ഈ പ്രതി ചേർത്തിരിക്കുന്ന ആ വ്യക്തി BM ഇബ്രാഹിം പറയുന്നത്. എന്തായാലും അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി 2 പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുകയാണ് ചെയ്തത്. പിന്നീടാണ് ഈ കേസ് കോടതിയിലെത്തുന്നത്. കോടതിയിലെത്തുന്ന സമയത്താണ് 4,68,000 രൂപ മാത്രമാണ് ഈ ഇബ്രാഹിമിൽ നിന്ന് പിടിച്ചെടുത്തതായി പോലീസ് കാണിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായത്. തുടർന്ന് ഇയാൾ നിയമപോരാട്ടത്തിലേക്ക് പോകുന്നു. ഈ നിയമപോരാട്ടത്തിൽ പോകുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കുമൊക്കെ പരാതി നൽകുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് ഇദ്ദേഹത്തെ വിളിച്ച് ഈ പരാതി അന്വേഷിച്ച സമയത്ത് ആദ്യം വിളിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യം, അത് ആ സ്റ്റേഷനിലെ SI ആണ് ഈ കേസിൽ FIR ഇട്ടിരിക്കുന്നത്, അദ്ദേഹം നിരപരാധിയല്ലേ, അപ്പോൾ നമ്മൾ ഈ കേസുമായി മുന്നോട്ട് പോയാൽ നിരപരാധിയായ ഒരു ഉദ്യോഗസ്ഥൻ കുടുങ്ങില്ലേ എന്നൊരു ചോദ്യം ഈ പരാതിക്കാരനോട് അല്ലെങ്കിൽ അന്ന് ഈ വ്യാജ ഹവാല കേസിൽ പ്രതി ചേർത്ത ആളോട് ചോദിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ നെല്ലിക്കുന്ന MLA ഒക്കെ ആരോപിച്ചിരുന്ന പോലെ മലപ്പുറത്ത് സ്വർണം പൊട്ടിക്കലാണ് പോലീസിന്റെ പണിയെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഹവാല പൊട്ടിക്കൽ ഇടപാടിലേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. 2020-2023 കാലഘട്ടത്തിൽ മാത്രം 26 ഹവാല കേസുകളാണ്. കാസർഗോഡ് അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.